കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ കൂടെ കൂടുകയാണ്. സെമി ഫൈനൽ കഴിഞ്ഞു, ഇന്ത്യ ഫൈനലിലെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ പേര് അമിത്, ജെബിനും ഇവിടെയുണ്ട്. നമുക്ക് വീണ്ടും ഒരു സന്തോഷകരമായ ഒരു പോഡ്കാസ്റ്റിലേക്ക് പോകാം. ഹലോ, വെൽക്കം എവരിവൺ. ഹൗ ആർ യു ഡൂയിങ്? ഞാൻ വളരെ സുഖമായിട്ടിരിക്കുന്നു. കാരണം സന്തോഷമുണ്ട്, കാരണം ഇന്ത്യ ഫൈനലിലെത്തിയിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു ടീമാണ് ഫൈനലിലെത്തിയേക്കുന്നത്, ഇന്ത്യക്കൊപ്പം ന്യൂസിലാൻഡ്. നമുക്ക് ആ സെമി ഫൈനലിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? റൈറ്റ്, എന്തൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത്? സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡിലെ ആ കളിയിൽ നമ്മളത് ഡൈസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ദേ ലോസ് എ ലോട്ട് ഓഫ് ക്വിക്ക് വിക്കറ്റ്സ് വെരി ഫാസ്റ്റ്. മീനിങ് ദാറ്റ് യുനോ, സോ അവർ ഇന്നിങ്സ് തുടങ്ങിയപ്പം അവർക്ക് ആ ലെഫ്റ്റ് ഹാൻഡഡ് പ്ലോയ്, നമ്മൾ പറയുന്ന ലെഫ്റ്റ് ഹാൻഡറിനെ കുറിച്ച് കളിക്കാനുള്ള ആ പ്ലോയ് കെയിം ഇൻ ടു ദ പിക്ചർ. സോ അവരെന്നാ ചെയ്യുന്നത് വെച്ചാൽ, as soon as മാക്രം കളിക്കാൻ തുടങ്ങി, അപ്പുറത്തെ സൈഡ് ക്വിൻ്റൻ ഡി കോക്കും റയൻ ക്വിൻ്റനും ഉണ്ടായിരുന്നപ്പം അവരെന്നാ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ദ സ്പിന്നർ. ആ ഓഫ് സ്പിന്നർ വന്ന് ആ 2 വിക്കറ്റ് എടുത്തപ്പം അവിടെ തന്നെ കളി മാറി. അതെ, അല്ല അവർക്കൊരു പ്രഷർ വന്നു എന്നത് ശരിയാണ്. റൈറ്റ്, പക്ഷെ അവരുടെ ബാറ്റിംഗ് ഡീപ്പാണല്ലോ. അവിടെ എന്താണ് അവർക്ക് വന്ന മിസ്റ്റേക്കുകളൊക്കെ? വൺ തിങ്, സൗത്ത് ആഫ്രിക്ക ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഗെയിംസ്, ആസ് ഐ സെഡ്, എല്ലാ കളികളും ദേ വൺ വെരി ഡോമിനേറ്റ്ലി. മീനിങ് ദേ വർ നോട്ട് റിയലി ടെസ്റ്റഡ് ദാറ്റ് വെൽ. ഈ പറയുന്ന മിഡിൽ ഓർഡറിനെ അല്ലേ? മിഡിൽ ഓർഡറിനെ. റൈറ്റ്. സോ അവരുടെ ഫസ്റ്റ് ഇന്നിങ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ അവർ റീകൺസ്ട്രക്ട് ചെയ്യുമായിരുന്നു ഇതിനകത്ത് മൊത്തം. സോ വെൻ യു ഗോ ഫോർ a score like 170s and then you have the chance for the opposition to come. അതെ, എനിക്കും തോന്നിയേക്കുന്ന ഒരു മിസ്റ്റേക്കാണ് അവർ കാണിച്ചേക്കുന്നത്. അത് തന്നെയല്ല, ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സാറിന് അവരുടെ ഓപ്പണിംഗ് പേർക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്പിന്നേഴ്സ് ആയിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക എന്തുകൊണ്ടോ സ്പിന്നേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. അതൊരു ക്യാപ്റ്റൻസി എററായിട്ടായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. എന്തുകൊണ്ട് ട്രൈ ചെയ്തില്ല അവർ? കാരണം അവരുടെ പേസേഴ്സിനെതിരെ ഓൾറെഡി നല്ലവണ്ണം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അറിയില്ല, എൻ്റെ സ്വന്തം കുഞ്ഞുണ്ട്, അവന് പാലെടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ കളി ജയിച്ചു 12 ഓവർ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാണെങ്കിലും ഞെട്ടിച്ചു പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പഞ്ഞിക്കിട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഒരു ടീമിനെ ആ ലെവലിൽ തോപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കൂടിപ്പോയി. ഫിൻ ആലൻഡിന്റെ ഇന്നിങ്സ്, ഐ ആക്ച്വലി ഡോണ്ട് നോ വാട്ട് ടു സേ അബൌട്ട് ഇറ്റ്. ഇറ്റ് വാസ് 33 ബോൾ അല്ലേ, ഏറ്റവും റെക്കോർഡല്ലേ അത്? റൈറ്റ്, റെക്കോർഡാണ്, വേൾഡ് കപ്പ് റെക്കോർഡ്. റൈറ്റ്, ആ റേഞ്ചിൽ അടിക്കണമെങ്കിൽ, എസ്പെഷ്യലി ടു എ ബോളിംഗ് അറ്റാക്ക് ലൈക്ക് സൗത്ത് ആഫ്രിക്ക, ഇറ്റ് വാസ് ഹിസ് ഡേ. ദർ ഇസ് നോ അതർ ചോയ്സ് ഇൻ ദാറ്റ്. വേറൊരു സംഭവം എന്നാന്ന് വെച്ചാൽ, ഇഫ് യു സീ ദ ഫസ്റ്റ് 6 overs, റൈറ്റ്, ഇപ്പം നമ്മൾ ന്യൂസിലാൻഡിലെ ഇന്നിങ്സിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് 6 overs ടിം സൈഫർ ആയിരുന്നു അടിച്ചോണ്ടിരുന്നത്. ഫിനാലെ നല്ലായിരുന്നു. അതെ, ആദ്യമേ ടിം സൈഫർ അടിച്ച ആ പാർട്ട്ണർഷിപ്പിലാണ് ഇവൻ സെക്കൻഡ് ഫീൽഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത്. ബട്ട് ദ മിനിറ്റ് ടിം സൈഫർ ഔട്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവൻ്റെ കളി തുടങ്ങി. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ 6 ഓവറിൽ 78 or 79 അങ്ങനെ എങ്ങാണ്ടായിരുന്നു. 84 ആയിരുന്നു എൻ്റെ ഓർമ്മ. ഓൾമോസ്റ്റ് 80 odd runs they hit. When you have a score like 170 and the first 6 overs is half done, pressure illa. And I also think the opposition kind of let it go. എനിക്ക് തോന്നുന്നു അവരത് 12 ഓവറിൽ ജയിക്കാനുള്ള കാരണം അവർ ആദ്യത്തെ 6 ഓവറിൽ കളിച്ച കളിയിൽ പിന്നെ അവർക്ക് വേറൊന്നും, അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഇല്ല. KG റബാഡയുടെ ആ വിക്കറ്റ് എടുത്തതും ടിം സൈഫറിൻ്റെ വിക്കറ്റ് എടുത്തതും ഒത്തിരി ലേറ്റായിട്ട്. അവൻ എടുത്തപ്പോഴും there was 50 run ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വിക്കറ്റ് പോയപ്പം. സോ I think there was complete panic or കംപ്ലീറ്റ്ലി വിട്ടുകൊടുത്തെന്നുള്ള ഒരു, അതെ, പ്യുവർ ഡോമിനൻസ് ആയിരുന്നു ന്യൂസിലാൻഡ്. ഒരു സെമി ഫൈനലിൽ വിചാരിക്കാത്ത റേഞ്ചിലുള്ള ഒരു കളിയായിരുന്നു. കാരണം സാറിന് ഒന്നാമത് സൗത്ത് ആഫ്രിക്ക സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തേക്കുന്നത്. അവർ കളിച്ചതും അതുപോലെ തന്നെയാണ്. പക്ഷെ ഒരു ക്ലോസ് മാച്ചാണ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്.
അപ്പോൾ അത് മാറിയത് വളരെ ഷോക്കായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഒത്തിരി പേരും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിച്ചിരിക്കുന്നത് അല്ലേ, സൗത്ത് ആഫ്രിക്കയെ കൊണ്ടുപോകും. അതാണല്ലോ ക്രിക്കറ്റിൻ്റെ ഒരു ബ്യൂട്ടി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ് നടക്കുന്നത്. അത് തന്നെ നമുക്ക് ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും കളി വേണമെങ്കിൽ ഒന്ന് വിലയിരുത്താൻ വേണമെങ്കിൽ. കാരണം ടോസ് കിട്ടിയേക്കുന്ന ഇംഗ്ലണ്ടാണ്. ഓൾറെഡി അവർക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാം നമുക്ക് വേണമെങ്കിൽ. സോ അഗെയിൻ അഭിഷേക് ശർമ്മ നമുക്കറിയായിരുന്നു പുള്ളി ആ ലെഫ്റ്റ് ഹാൻഡ് പ്ലോയിൽ തന്നെ പോകും. അതെ. ദ മിനിറ്റ് ദേ ബ്രോട്ട് വിൽ ജാക്സ് ആസ് എൻ ഓഫ് സ്പിന്നർ ഫോർ അഭിഷേക് ശർമ്മ, ഐ ന്യൂ ദിസ് പ്ലോയ് വാസ് ഓൺ. ഇന്ന് തന്നെ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡ് എന്താണെന്ന് വെച്ചാൽ ഈ 2 ഓവറിൽ ആ 6 ബോളിൽ 2 4 ഓൾറെഡി അടിച്ചു. ആ ഓവറിൽ ഓൾറെഡി ഹി വാസ് ഗുഡ്. ഹി ഡിഡ്ന്റ് ഹാവ് ടു ഡു എനിത്തിങ്. ഹി ജസ്റ്റ് ഹാവ് ടു ലൈക്ക് I got what I needed from the off spinner. Let me go to the other end. But no, he did not do that. He wanted to go further. In doing that, he went for the kill. Papulli already committed ആയിരുന്നു, and then he got his wicket. So that's why I said that was last ball. Will Jackson the last ball, and it's a part timer. He didn't come after that. He came later on. But then Jofra Chandra over ആയിരുന്നു, unbelievable. So there was always this narrative that Jofra Archer and Sanju Samson, they are match up. Jofra is always winning. Always winning. So അവർക്ക് always ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ നമ്മുടെ പയ്യൻ തിരിച്ച് പഞ്ഞി കിട്ടും എന്ന് പറയാമല്ലോ. റൈറ്റ്, ആബ്സല്യൂട്ട്ലി. ഈ ഒരു ഇന്നിങ്സിലെ വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ വെൻ ഹി വാസ് 15 he got dropped by the captain. അതെ, അത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ഒത്തിരി മലയാളികളുടെ പ്രാർത്ഥനയും കുറച്ച് ലക്കും അല്ലേ. റൈറ്റ്. ഹാരി ബ്രൂക്ക് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തപ്പോൾ പുള്ളിയുടെ ഫേസ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതെ അതെ. ഈവൻ ആ മാച്ച് ഡ്രോപ്പ് ചെയ്ത് എന്നുള്ള രീതി കൂടിയായി ഓൾമോസ്റ്റ്. അല്ല, ക്യാച്ച് പോയെന്നുള്ളത് സത്യമാണ് എന്ന് പറഞ്ഞ് ക്യാച്ചിനെ ഡോമിനേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ അയ്യോ ക്യാച്ച് പോയല്ലോ, ക്യാച്ച് കൊടുത്തല്ലോ, ഇനി ഞാൻ എങ്ങനെ കളിക്കും എന്ന് വേണേൽ കളിക്കാം. പക്ഷേ അതെല്ലാം വിട്ടിട്ട് മനസ്സിൽ നിന്ന് അതെല്ലാം വിട്ടിട്ട് ഒരു പുതിയ സ്റ്റാർട്ട് പോലെ തന്നെ 85 റൺസ് അല്ലേ, അത്ര അടിച്ചു. 89 നമ്മുടെ സഞ്ജു. വേറൊരു അമേസിങ് ഫാക്ട് ഓഫ് ദാറ്റ് ഓവർ വാസ് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ബോള് ഒരു ഷോർട്ട് ബോളായിരുന്നു. ഹീ ടൈംഡ് ഇറ്റ് സോ വെൽ. ഞാൻ എൻ്റെ സോഫയിൽ എനിക്ക് വരുന്നത് ഓൾ ഓഫ് എ സഡൻ ഇറ്റ് വാസ് സോ ഗുഡ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട്സ് ദാറ്റ് ഐ സോ. ആ ഒരു നമുക്കൊരു രോഹിത് ശർമ്മയുടെ ആ ഒരു പുൾ ഷോട്ടിനെ ഓർമ്മിക്കുന്ന രീതി കൂടിയായിരുന്നു അത്. അതൊക്കെ എല്ലാം കോൺഫിഡൻസ് ഫാക്ടേഴ്സ് അല്ലേ. അതൊക്കെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പന്ത് തന്നെ 6 അടിച്ചു കഴിഞ്ഞ് എനിക്ക് ആ ഫ്ലോ ആയി. അതൊക്കെയാണ് ഡിഫറൻസ് വന്നേക്കുന്നത്. നമ്മുടെ ചെക്കൻ പൊളിയാണ് ഇപ്പം ഈ സീസണിൽ തന്നെയാണേലും. റൈറ്റ്. സോ one more way to think about this is when you give a deserving candidate the opportunity to perform. ഇപ്പോൾ സഞ്ജുവിൻ്റെ മനസ്സിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓൾ ഓഫ് എ സഡൻ പുള്ളിയുടെ ബാറ്റിംഗ് റേഞ്ച്, ഹിസ് സ്റ്റൈൽ ഓഫ് പ്ലേ, കോൺഫിഡൻസ്, എവറിഥിങ് കെയിം ബാക്ക്. കാരണം പുള്ളിക്ക് ഒന്നും നോക്കാനില്ല. റൈറ്റ്. നത്തിങ്. ഹി ഹാസ് ടു സീ നത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഒരു കൂട്ടിലുള്ള പക്ഷി പോലെ അത് പുള്ളി ഇരുന്നത് ഈ കളിയോടെ അത് മാറി. അത് നേരത്തെ ഇന്ത്യൻ ടീം സപ്പോർട്ടീവായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഫേസിൽ കൂടെ സഞ്ജു പോകത്തില്ലായിരുന്നു തന്നെ. ആബ്സല്യൂട്ട്ലി. അത് കാരണമാണ് ഇപ്പം നമുക്ക് തിലക് വർമ്മയാട്ടെ, ഇഷാൻ കിഷൻ, then you have തിലക് വർമ്മയുടെ എന്നാ അടിപൊളി ഇന്നിങ്സ് ആണത്. വളരെ ചെറിയ നമ്പർ ഓഫ് ബോൾസിൽ അത്രയും സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പ്രത്യേകിച്ച് അല്ല, ആ പിച്ചിൽ സമ്മതിച്ചു കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിച്ചിൻ്റെ ബെനിഫിറ്റ് എപ്പോഴും ബാറ്റ്സ്മാനാണ് മുംബൈ പിച്ചിൽ. പക്ഷേ എന്നാലും എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. ചെറിയ നമ്പർ ഓഫ് ബോൾസിൽ അത്രയും സ്കോർ ചെയ്യുക വളരെ ക്വിക്ക് സെക്ഷനിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ദുബൈയെക്കുറിച്ച് എനിക്ക് എടുത്തു പറയാനുള്ളത് എല്ലാ കളിയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പുള്ളി ഉണ്ട് അവിടെ ബാറ്റിംഗ്. കറക്റ്റ്.
നമ്മൾ ദുബൈനെ പറ്റി പറയുകയാണെങ്കിൽ ദുബൈ ആൻഡ് അക്സർ പട്ടേൽ അതെ ഇവര് വി കൻ കോൾ ദം ആസ് അൺസങ് ഹീറോസ് റൈറ്റ്. ഇവരില്ലാത്തപ്പോഴാണ് നമുക്ക് ഇവരുടെ വില മനസ്സിലാത്തുള്ളൂ. കാരണം ടേക്ക് എനി മാച്ച് വേൾഡ് കപ്പ് ഫൈനൽസ് ആയിട്ട് ഇന്നത്തെ കളിയിൽ ദുബൈനെ അവർ 4 ഇറക്കി. നമ്മൾ സൂര്യകുമാറിന്റെ പൊസിഷനിലാണ് ഇന്ന് ഇറക്കിയത്. പിന്നെ ലെറ്റ്സ് ടേക്ക് ദി ഏഷ്യ കപ്പ്, അവിടെയും ദുബൈ നല്ലോണം കളിച്ചു. ലെറ്റ്സ് ടേക്ക് ദ ഫൈനൽസ് ഓഫ് എനി IPL എനിത്തിങ്, നമ്മുടെ 2022 ഫൈനൽസ് അവിടെയും ദുബൈ ഇറക്കിയായിരുന്നു. അക്സർ പട്ടേൽ അവിടെയും റൈറ്റ് ഫൈനൽസ്. സോ ദീസ് 2 guys, I don't know, they're doing a thankless job. Nobody kind of acknowledges as much, but I think they should be celebrated too, because they are one of the primary reasons why India has been able to perform this well across the board. അതെ. ആ റൺഔട്ട് റൺസ് കുറയ്ക്കാൻ എന്തെങ്കിലും ഫാക്ടറായി കാണുമോ? ദുബൈ നല്ലോണം ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹാർദിക് ദുബൈ ഔട്ടാക്കിയത്. അതൊരു ഇച്ചിരി കൂടെ റൺസ് കൂട്ടി വരാൻ ചാൻസ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് 250 പോയെന്നുള്ള ഒരു തോന്നൽ. I mean, in theory, but I don't think so, right? നമ്മൾ കാരണം ഹാർദിക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഹാർദിക് അത് കഴിഞ്ഞ് ഔട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കളി മാറിയാണ്. പക്ഷേ പുള്ളി അത് I think he had a drop catch or something like that, but still he continued to play his merry way. സോ അതൊരു നല്ലൊരു ഫാക്ടറാണ്. ഹാർദിക് നമ്മുടെ ഇപ്പം ദ തിങ്സ് ദാറ്റ് ഇസ് വർക്കിംഗ് ഫോർ us ഇസ് ആർ ബാറ്റിംഗ്. അൺബിലീവബിളി നമ്മൾ ഒരു കൈൻഡ് ഓഫ് ഈ ഫ്രം സഞ്ജു ടു തിലക് ടു ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സ് നല്ലതായിരുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഇന്നിങ്സ് നല്ലതായിരുന്നു. എല്ലാവരും സപ്പോർട്ടീവാണ്. എനിക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ചാൽ സഞ്ജുയുടെ 89th ഓവറിൽ 89th റൺ ആണെങ്കിലും ആ സമയത്ത് പുള്ളി എന്നാ ചെയ്തത്, ഹി ഡിഡ്ന്റ് വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് എനിക്കൊരു സെഞ്ചുറി വേൾഡ് കപ്പ് സെമി ഫൈനൽസിൽ സെഞ്ചുറി അടിച്ചാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാവരും ആലോചിക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം പുള്ളി ആ സമയത്ത് എന്നാ ചെയ്തത്, ഹി ട്രൈ ടു ഗെറ്റ് എത്രയും റൺസ് അടിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. അവിടെ പുള്ളി ടീമിനെ കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലാതെ പേഴ്സണൽ മൈൽ സ്റ്റോൺസ് അല്ല അവിടെ. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട്, 2 പ്രാവശ്യം സെഞ്ചുറി മിസ്സായല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്ന സെഞ്ചുറി മിസ്സാകുന്നതല്ല, എനിക്ക് 89ഉം ഈ 97 എല്ലാം ഒരു ബിഗ് സ്കോറായിട്ടാണ് തോന്നിയേക്കുന്നത്. കറക്റ്റ്. അതൊരു ടീമിന് വേണ്ടിയുള്ള കളിയാണ്. അതാണ് എപ്പോഴും വേണ്ടിയതാണ് ഇന്ത്യൻ ടീമിന് എപ്പോഴും വേണ്ടിയത്. മൈൽ സ്റ്റോൺസിനേക്കാളും കൂടുതൽ ഒരു ടീം ജയിക്കണം. അതാണ് അതിൻ്റെ ഫാക്ടർ. അതെ, എസ്പെഷ്യലി ഈ T20 ഈ ഒരു ഫോർമാറ്റിൽ ദർ ഇസ് നോബഡി എൽസ് ദിസ് ഗുഡ്, റൈറ്റ്? ഈ ഒരു ലീഗിലെ ഒരു വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വരുന്ന ടീമിനെല്ലാം 5, 6, 7, 8 ബാറ്റ്സ്മാൻസാണ്. സോ ഏത് സ്കോറും ഇസ് നത്തിങ് ഔട്ട് ഓഫ് റീച്ച്. പ്രത്യേകിച്ച് മുംബൈ പോലുള്ള പിച്ചിൽ റൈറ്റ്. ഡ്യൂ ഫാക്ടർ ഉണ്ടായിരുന്നോ രണ്ടാമത്തെ നമ്മൾ ബോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ഇന്ത്യ ബോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ? അവർ പറയുന്ന ഡ്യൂ ഉണ്ടെങ്കിലും there is a treatment they do on the pitch that negates that to a certain degree. So it should be an even contest എന്നാണ് അവർ പറയുന്നത്. ഈവൻ ആയിരുന്നു അല്ലേ? അതെ, അത് സ്കോറും വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലായിരുന്നു. ഡെഫിനറ്റ്ലി. സോ ഐ മീൻ നമ്മൾ ഇൻ ഹൈൻഡ്സെറ്റ് സ്കോർ ബോർഡ് നോക്കിയാൽ, പക്ഷെ അവർ 5 ബോളെ 30 റൺ അടിക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു. പ്രഷർ, അതുകൊണ്ടാണ് ദുബൈ കൊണ്ടുവന്നത് തന്നെ. അവിടുന്ന് ദുബൈയുടെ മെയിൻ വേ ഓഫ് വർക്കിംഗ് വാസ് അവന് ലീഗൽ ഡെലിവറീസ് ബോൾ ചെയ്യുക, നോ ബോൾ ഇടാതെ ഇരിക്കുക. അതായിരുന്നു പുള്ളിയുടെ ഏക. അത് കാരണമാണ് അവർക്ക് അത്രയും സ്കോർ ഫീൽഡിൽ ഒരു വൈഡ് എറിഞ്ഞപ്പോഴേ അവർ ചിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു. റൈറ്റ്. എന്തിനാടാ വൈഡ് എറിയേണ്ട ആവശ്യമുണ്ടോ, നേരെ എറിഞ്ഞാൽ പോരെ, 6 അടിച്ചോട്ടെ. അവർ എത്ര അടിച്ചാലും 4 ബോളിൽ 30 റൺ അടിക്കാൻ പറ്റും. അതെ അതെ. സോ അതായിരുന്നു, അത് കാരണമാണ് സ്കോർ അത്ര അടുത്ത് വന്നത്. അതെ, എൻ്റെ മനസ്സിൽ അതൊരു 10-15 റണ്ണ് കുറവാണ്. പക്ഷേ പിന്നെ 253 ഉണ്ട് ഇന്ത്യക്ക്. നല്ലൊരു, എനിക്ക് തോന്നുന്നത് വേൾഡ് കപ്പിൽ ഒക്കെയും നല്ല ഒരു സ്കോറാണ്, ഏറ്റവും ടോപ്പ് സ്കോറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അത്രയും വലിയ സ്കോർ ചേസ് ചെയ്യുമ്പോഴത്തേന് തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് ടീമിന് നല്ല പ്രഷറുണ്ട്. എന്നിട്ടും അവർ വെറും 7 റൺസിനാണ് ജയിച്ചേക്കുന്നത് ഇന്ത്യ. അപ്പം അത് സ്ട്രാറ്റജിക്കലി എന്തെങ്കിലും പിഴ വന്നിട്ടുണ്ടോ?
ഒരു കാര്യം ഫോർ ഷുവറാണ്, നമുക്ക് നമ്മുടെ ബോളിങ്ങിൽ ഒരു വീക്ക് ലിങ്ക് ഉണ്ട്. വീക്ക് ലിങ്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ വരുൺ ചക്രവർത്തിയാണ് ഈ പ്രാവശ്യം. ദേ വർ ഏബിൾ ടു ഫിഗർ ഔട്ട് വാട്ട് ഹീസ് ഡൂയിങ്. പുള്ളിയെ നല്ലോണം റീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിനെ വളരെ റീഡ് ചെയ്യുന്നു. പുള്ളിയുടെ ആദ്യത്തെ 3 ബോൾ ജേക്കബ് ബെത്തൽ 3 6 അടിച്ചു, അവിടെ തന്നെ 12 റൺ പോയി. അതെ, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ ഓവറിൽ ഒരു വിക്കറ്റ് എടുത്തെങ്കിലും പിന്നെ പക്ഷെ എന്നാലും ആ ഓവറിൽ കഴിഞ്ഞിട്ട് ദേ ഹാഡ് അനദർ 6. സോ ഇറ്റ് വാസ് എ ബിഗ് ഓവർ ബട്ട് എ വിക്കറ്റ് ഫെൽ. വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവൻ അക്സർ പട്ടേലിനും വിക്കറ്റ് കിട്ടി, അടിയും കിട്ടി. റൈറ്റ്. സോ ഐ തിങ്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദ ടീംസ് വാസ് ദി ഓവർ ഓഫ് ബുംറ. ഒരു രക്ഷയില്ല എൻ്റെ ജെബിനെ. ബുംറയുടെ അല്ല കൊണ്ടുവന്നേക്കുന്ന ഓവേഴ്സ് നോക്കാം എന്ന് വെച്ചാൽ ഒരു ബോളർ എന്ന രീതിയിൽ സാറിന് ഒരു ബോളറിനാണെങ്കിൽ 1-2 അടുപ്പിച്ച് 1-2 ഓവർ എറിയുക, അത് കഴിഞ്ഞ് ലാസ്റ്റ് 2 ഓവർ. ഇദ്ദേഹത്തെ കൊണ്ടുവന്നേക്കുന്ന കറക്റ്റ് വിക്കറ്റ് എടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടിരുന്ന പോലെ അല്ലേ. ഒരു ബാറ്റ്സ്മാൻ അടിച്ച് നശിപ്പിച്ച് കഴിയുമ്പോഴത്തേന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് അതൊന്നും എത്ര എളുപ്പമുള്ളൊരു ഇതല്ല. പക്ഷേ ബുംറ അവിടെ കൊണ്ടുവന്ന് അത് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട്. റൈറ്റ്. ആ ബുംറയുടെ ഓവർ റൈറ്റ് അതായിരുന്നു ഐ തിങ്ക് ദ ഫാക്ടർ ഓഫ് മാച്ച്. ദാറ്റ് ഈസ് ദ മാച്ച്. അതെ. അവിടെ ഇംഗ്ലണ്ട് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ദേ ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് ദേ പ്ലേ ഹim ഓഫ്. എങ്ങനെയും അവനെ ഒന്ന് വിക്കറ്റ് കൊടുക്കാതെ കളിക്കുക എന്നുള്ള. പക്ഷെ ഇത്രയും റൺസ് ഉള്ളപ്പം അതൊരു catch 22 കൈൻഡ് ഓഫ് വേയാ. ബുംറയെ മാത്രം സീത്രു ഏറ്റവും പറ്റത്തില്ല. എല്ലാവരെയും കളിച്ചേ പറ്റൂ. പക്ഷെ അവർ ആ സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചവിടെ. അത് കാരണമായിരുന്നു ബുംറയുടെ ആ ഒരു ഓവറിൽ 5-6 റൺ എടുത്തിട്ടുള്ളൂ. എനിക്ക് അതിനേക്കാളും ഇംപ്രസ്ഡ് ആയിരുന്നുള്ളത് ബുംറ ഒരു സ്ലോ ബോൾ ഇട്ടു. ഫസ്റ്റ് ബോള് ഹരിബ്രൂക്കിനെ ഔട്ടാക്കിയത് സ്ലോ ബോളല്ല. സാറിന് ഒരു ബോളർ വന്നിട്ട് അവന്റെ നോർമൽ റേഞ്ച് സ്പീഡിൽ എറിയുള്ളൂ. ആ ബ്രില്യൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ബോളെ സ്ലോ ബോൾ എറിഞ്ഞ് വിക്കറ്റ് എടുക്കുക. എനിക്ക് അതിനെക്കാട്ടും ഇംപ്രസ്ഡ് ആയത് ആ ക്യാച്ച് ആയിരുന്നു, അക്സർ പട്ടേലിന്റെ ആ ക്യാച്ച്. അടിപൊളി. എത്ര ക്യാച്ച് എടുത്തു അക്സർ പട്ടേൽ? 3 ക്യാച്ച് എടുത്തു. അതാ പറഞ്ഞേ, ഈ കളിയിൽ നമ്മുടെ ക്യാച്ചിങ് വാസ് ടു അനദർ ലെവൽ. അതെ അതെ. സോ അക്സർ പട്ടേലിന്റെ ആ ക്യാച്ച് അഗെയിൻ I cannot thank him enough for whatever he's done. Akshar Patel catch 1 was Harry Brook. Catch 2 was Will Jacks. അതെ, എല്ലാം മേജർ പ്ലേയേഴ്സിന്റെ ക്യാച്ചസ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. സിമ്പിൾ ക്യാച്ചസും അല്ല, നല്ല ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ക്യാച്ചസ് ആണ് എടുത്തേക്കുന്നത്. I think that is also one of the factors of the match. അതാണല്ലോ ടീം എഫേർട്ടാണ് അതിനകത്ത് വന്നേക്കുന്നത്. അത് എല്ലാവരും അതിനകത്ത് നല്ലോണം കളിച്ചിട്ടുണ്ട്. ബുംറ പറയത്തൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഓവേഴ്സ് അല്ലേ, അന്നേരവും എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു. കാരണം അവർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ജേക്കബ് ബദൽ അത് അദ്ദേഹം വന്നപ്പോൾ തൊട്ടേ കുറേ വിക്കറ്റ് പോയിട്ടിരിക്കുക ആ സമയത്ത്. 3-4 വിക്കറ്റ് പോയിട്ടിരിക്കുമ്പോഴത്തേനും ആ റൺ റേറ്റ് കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. വന്നപ്പോൾ തൊട്ടേ അടിയാണ്. അതിനകത്തുള്ള വേറൊരു ബ്രില്യൻ ഫാക്ട് ഈസ് ദാറ്റ് ബുംറയ്ക്കെതിരെ 2ാമത്തെ ബോളായിരുന്നു. റൈറ്റ്. സെക്കൻഡ് ബോൾ ബുംറയ്ക്കെതിരെ പുള്ളി നേരെ ഒരു ഫ്ലിക്ക് ചെയ്തു, നേരെ 6 പോയി. സോ ബുംറയ്ക്കിട്ട് 6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാണ് ആ റേഞ്ചിൽ എറിയുന്ന. അത് യങ് കിഡ്, ആബ്സല്യൂട്ട്ലി. പുള്ളി ഒരു ചെറിയ പയ്യനാ. ആ റേഞ്ചിൽ കളിക്കണമെങ്കിൽ ഈസ് എ സ്റ്റാർ. I think a star was made. Upcoming terror, yes. പിന്നെ വേറൊരു നല്ലൊരു കാര്യം എന്നാന്ന് വെച്ചാൽ നമുക്ക് ആ ശിവം ദുബെയുടെ ആ ക്യാച്ചും അഗെയിൻ അവിടെയും ശിവം ദുബെയും അക്സർ പട്ടേലും ഒരുമിച്ചാണ് വന്നത്. അതെ അതെ. റൈറ്റ്. സോ ഐ തിങ്ക് ദാറ്റ്സ് ദ ഡിഫറൻസ് ഓഫ് ദ ടീം. ഈ ഇംഗ്ലണ്ടിൻ്റെ ടീമും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ബുംറയും ആയിരുന്നു. കാരണം 2 ടീമും നല്ലോണം ബാറ്റ് ചെയ്തു. 2 ടീമും എക്കണോമിക്കലി അറിഞ്ഞേക്കുന്നത് ബുംറ മാത്രമല്ല, ഹാർദിക് പാണ്ഡ്യയുടെ 19ാമത്തെ ഓവറും വളരെ ക്രൂഷ്യലായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. ആബ്സല്യൂട്ട്ലി. ഹാർദിക് പാണ്ഡ്യ അഗൈൻ ഐ ഫോർഗോട്ട് ടു ടെൽ അബൌട്ട് ഹിം. ഹാർദിക് പാണ്ഡ്യയുടെ ഫസ്റ്റ് ഓവറിൽ തന്നെ സോൾട്ടിനെ എടുത്തപ്പം പകുതി കളിയുടെ അവരുടെ പ്ലാനിങ് പോയി. അതെ അതെ. സോൾട്ട് അടിച്ചപ്പോഴേ പുള്ളിക്ക് മനസ്സിലായത്
പോയി എന്നുള്ള കാര്യം. അതെ. നല്ല സ്വിങ് കിട്ടുന്നുണ്ടായിരുന്നു ഹാർദിക്കിന്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഔട്ടിംഗ് ഫോർ ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യയുടെ വേറൊരു നിർണായകമായ, അതായത് വേറൊരു ഔട്ട്സ്റ്റാൻഡിങ് ഫീൽഡിംഗ് എഫേർട്ട് എന്ന് പറഞ്ഞത്, ആ ഫസ്റ്റ് ബോളിൽ പുള്ളി ഒരു അടിച്ചപ്പം, ശിവം ദൂബയ്ക്കെതിരെ അടിച്ചപ്പം, ശിവം ദൂബെ എറിഞ്ഞത്, ജേക്കബ് ബെത്തൽ അടിച്ചത് നേരെ ലോങ് ഓണിലോട്ടാണ്. അവിടുന്ന് ഹാർദിക് എറിഞ്ഞ എയർ അവനറിയാവുന്ന ഇവന്മാർ രണ്ട് റൺസ് ഓടുന്നുണ്ട്. ആ ഒരു ത്രോ വാസ് സ്ട്രേസർ ബുള്ളറ്റ് പോലെ വന്ന് നേരെ വിക്കറ്റ് കീപ്പറിനോട്. ഐ തിങ്ക് ഇതാണാ പറഞ്ഞത്, നമുക്കൊരു പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സിൽ ഹാർദിക്കിനെ ഔട്ടാക്കിയതും ബദലാണ് റൺ ഔട്ട് ആക്കിയേക്കുന്നത്. തിരിച്ചു ഒരു ബദലിനെ ഔട്ടാക്കിയത് ഹാർദിക്കുമായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ അതൊരു എന്നാ പറയുന്നത്, ദൈവം നിശ്ചയിച്ച ഒരു ദിവസമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി. എന്തായാലും കളി നല്ല ഒരു ബ്യൂട്ടിഫുൾ ഗെയിമായിരുന്നു. അതെ, രണ്ട് ടീമും നല്ലോണം കളിച്ചു, സൂപ്പറായിരുന്നു. ആസ് എൻ ഓപ്പോസിഷൻ, I think I respect England for what they did. They played it fair. They played good cricket. Namala Jacob Bethel's innings was a turning point. Avana run out ആയതും അവൻ്റെ ആ ബോഡി ലാംഗ്വേജിൽ അതെനിക്ക് കാണാൻ പറ്റിയായിരുന്നു. ദാറ്റ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ ചെയ്തു, പക്ഷേ എത്തിയില്ല. The end of the day, the match was for India. That is the beauty of it. നമുക്കിനിയും ഫൈനൽസിനെ കുറിച്ചൊന്ന് സംസാരിച്ചാലോ? സോ അമിത് പറ, ന്യൂസിലാൻഡിലെ വാട്ട് ഈസ് ദാറ്റ് ദേ വർക്കിംഗ് വെൽ ഫോർ ദം? ഇവിടം വരെ എത്താൻ ആരും പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടീം ഇവിടം വരെ എത്തിയത്? എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് അവരുടെ ബോളിംഗ് സ്ട്രെങ്താണ് ബാറ്റിങ്ങിനേക്കാളും. ബാറ്റിംഗ് ഈയിടെ ക്ലിക്കായതാണ്, എല്ലാവരും ശ്രദ്ധിച്ച. കാരണം 9 വിക്കറ്റിന് സൗത്ത് ആഫ്രിക്കയായിട്ട് ജയിക്കുന്നത്, അന്നേരമാണ് ബാറ്റിംഗ് ശ്രദ്ധിച്ചത്. പക്ഷേ എപ്പോഴും എക്കണോമിക്കലി ആ ബോളേഴ്സ് ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ബാറ്റ്സ്മാൻമാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ബോളേഴ്സ് മാറ്റ് ഹെൻറി, ലോക്കി ഫെർഗുസൺ, അവരുടെ ക്യാപ്റ്റൻ സാൻഡേഴ്സ് ആൻഡ് രച്ചിൻ രവീന്ദ്രൻ, റൈറ്റ്, ടെറിഫിക് ഫോമിൽ അവർ എന്ന് വെച്ചാൽ അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പ്ലാൻ ഉണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് അവർ അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു ബിഗ് ഫാക്ടറായിട്ട് തോന്നിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ന്യൂസിലാൻഡ് ഇന്ത്യ വേൾഡ് കപ്പ് വരുമ്പോഴത്തേന് ഹിസ്റ്റോറിക്കലി ഇന്ത്യക്കെതിരെയാണത് വന്നേക്കുന്നത്. റൈറ്റ്, അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. പക്ഷേ ക്രിക്കറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. വേൾഡ് റെക്കോർഡ്സ് ആർ ടു ബി ബ്രോക്കൺ. സോ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യ ജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് എനിക്ക് എടുക്കാൻ തോന്നുന്നത്. ന്യൂസിലാൻഡ് ബോളേഴ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവരൊരു വിയർഡ് ജിക്സോ പസിൽ പോലെയാണ്. അതെ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതിനകത്ത്? എന്നാന്ന് വെച്ചാൽ അവരുടെ ബോളിംഗ് ലൈനപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ദർ ഈസ് മാറ്റ് ഹെൻറി, പെർഫെക്റ്റ്. പിന്നെ ഒരു ഓഫ് സ്പിന്നറുണ്ട്, പിന്നെ വരുന്ന ലോക്കി ഫെർഗുസൺ, ആൻഡ് ദെൻ യു ഹാവ് രച്ചിൻ രവീന്ദ്ര, അഗൈൻ ഒരു ബാറ്റ്സ്മാൻ ആണ്, മിച്ചൽ സാന്റ്നർ ആൻഡ് ജിമി നേഷൻ. ഈ ഒരു ബോളിംഗ് അറ്റാക്ക് നമ്മൾ ആസ് എ വേൾഡ് കപ്പ് വിന്നിങ് ടീമിൻ്റെ ഒരു ബോളിംഗ് അറ്റാക്കിന് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരിക്കലും അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ദേ ആർ ഹിയർ, പെർഫോം ചെയ്യുന്നുണ്ട്. ഈ രച്ചിൻ രവീന്ദ്ര ഒക്കെ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ്സ് എടുക്കുന്നത്, റൈറ്റ്. പുള്ളി ഒരു പാർട്ട് ടൈം സ്പിന്നർ അല്ലേ ശരിക്കും പറഞ്ഞാൽ, റൈറ്റ് അല്ലേ? അതിനെ കൊണ്ടുവന്നു. അതാണ് ന്യൂസിലാൻഡിലെ ഒരു വേ ഓഫ് വർക്കിംഗ് എന്ന് ഞാൻ പറയുന്നത്. അവരെപ്പോഴും ഫ്രം ദ ബിഗിനിങ് ദേ ഓൾവേസ് ഹാഡ് ഈ ഒരു കോൺസെപ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ടിൽ പരിപാടികൾ ചെയ്യുക. അപ്പോൾ ടോസ് ഒരു ഫാക്ടർ ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും, അല്ലേ, ഈ കളിയിൽ. അപ്പോൾ ടോസ് കിട്ടിയ ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഈ സെയിം സ്ട്രാറ്റജി ആയിരിക്കുമോ, ഒരു സ്പിന്നറിനെ ആയിരിക്കും അവർ കൊണ്ടുവരുന്നത്? ഡെഫിനറ്റ്ലി. അതിപ്പോഴേ പറയാം, അഭിഷേക് ശർമ്മനെ നമ്മൾ ഇറക്കുമ്പോൾ അവർ ആ ഓഫ് സ്പിന്നറിനെ കൊടുക്കും, മെക്കോൺ. നമുക്ക് അഭിഷേക് ശർമ്മയെ ലാസ്റ്റ് ഇറക്കിയാലോ? നോയിങ് ഇന്ത്യൻ ടീം നമ്മളത് മാറ്റത്തില്ല. അവർ ഡെഫിനറ്റ്ലി മാറ്റ് ഹെൻറിനെ ഇറക്കും. സോ അവരുടെ ഓഫ് സ്പിന്നർ കോഹ്ലി മെക്കോൺജെ, അവർ പുള്ളിനെ കൊണ്ടുവരും ഡെഫിനറ്റ്ലി ഇവനെ എടുക്കാൻ വേണ്ടി.
പുള്ളി ഒരു ഫുൾ ടൈം ബോളറാണോ അതോ? Right. ആണ്. ഓ, അപ്പം അതായിരിക്കും അവരുടെ സ്ട്രാറ്റജി അല്ലേ? സഞ്ജുവിനെതിരെ എന്തായിരിക്കും അവരുടെ പ്ലോ? മാറ്റ് ഹെൻറി. അതൊരു നല്ല ഈവൻ മാച്ചപ്പാണ്. ഈവൻ മാച്ചപ്പാണ്. പക്ഷെ ഇന്ത്യക്ക് ഡിഫറൻസ് എന്നാന്ന് വെച്ചാൽ ഇവരുടെ ടീമിൽ ഇത്രയും ഈ ടൈപ്പ് ഓഫ് ബോളേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മുടെ ബാറ്റിംഗ് ലൈനപ്പ് ഇസ് റിയലി ലോങ്. അതെ, റൈറ്റ്. ആൻഡ് ഒരു ഈ എൻഡ് ഓഫ് ദ ഡേ ദ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും ബിഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ആയിരുന്നു. ഫിയർലെസ് ബാറ്റിംഗ്. 2022 വേൾഡ് കപ്പിൽ നമ്മൾ സെമിഫൈനൽസിൽ ഇംഗ്ലണ്ടായിട്ട് തോറ്റുപോയത്. അതെ, അത് ഒറ്റ വിക്കറ്റ് പോകാതെയാണ് അമ്മാരെ തടിച്ചെടുത്തത്. 156 ഓർ സംതിങ് ലൈക്ക്. ദേ ഫിനിഷ്ഡ് ഇറ്റ് ഓഫ് ഇൻ 10 വിക്കറ്റ്സ്. ജോസ് ബട്ട്ലറാണ് അന്ന് കളിച്ചത്. അന്ന് രോഹിത് ശർമ്മ ഒരു തീരുമാനം എടുത്തു. 2020 ഓർ T20 ഓർ 50 ഓവേഴ്സ് കളിക്കുന്നത് ഇങ്ങനെയല്ല. വി ഹാവ് ടു ബി എക്സ്ട്രീംലി പോസിറ്റീവ്. ആ ഒരു ഡിസിഷൻ്റെ ഒരു ഔട്ട്കമാണ് ഇന്ന് നമ്മൾ ഈ ഫൈനൽസിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ജയിച്ചതും അത് തന്നെയായിരുന്നു. ആൻഡ് 2023 വേൾഡ് കപ്പ് ഫൈനൽസിന് നമ്മൾ വന്നതും അതേ വേ ഓഫ് പ്ലേയിങ് ആയിരുന്നു. ആ ഒരു ഡിസിഷൻ എൻഡഡ് അപ്പ് ബീങ് ഹിയർ. ഒന്ന് ആലോചിച്ച് ജീവനെ, ഒരു ഓസ്ട്രേലിയൻ പിച്ച് കളിക്കുന്ന ടെസ്റ്റിനേക്കാളും കൂടുതൽ റൺസാണ് വാങ്കഡയിൽ വന്നേക്കുന്നത്. അപ്പം അതൊരു പോസിറ്റീവ്, അൾട്രാ പോസിറ്റീവായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആണ് അല്ലേ? റൈറ്റ്. ബാറ്റിംഗും അബ്സല്യൂട്ട്ലി. സോ എന്ന് പറഞ്ഞാലും ഇങ്ങനൊരു ടീം ഇന്ത്യക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സഞ്ജു, തിലക്, ഇഷാൻ, സൂര്യ, ഹാർദിക്, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് at this point is the best in the world, and they can be in any team at this point. So our biggest strength is that. Second, നമുക്ക് ഒരു ലിങ്ക് ഉള്ളത് that we might be little concerned is about our bowling. ബോളിങ്ങിൽ എനിക്ക് തോന്നുന്ന സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുൺ ചക്രി മാത്രമുള്ള എനിക്ക് ഇച്ചിരി കൺസേൺഡ് ആയിട്ടുള്ളത്. പക്ഷേ ഗുജറാത്തിലെ പോലത്തെ ഒരു പിച്ചിൽ ഐ തിങ്ക് ഹീൽ ഡു ബെറ്റർ. അതെ, അത് ഈസി സ്കോറിംഗ് ഉള്ളൊരു പിച്ച് അല്ലല്ലോ. ഈസി സ്കോറിംഗ് അല്ല. അപ്പം എനിക്ക് തോന്നുന്നത് അതൊരു ഫാക്ടർ തന്നെയാണ്. He might be more impact. അവിടെ രണ്ട് എന്ന് വെച്ചാൽ അർഷദീപ് സിംഗിനെ കൊണ്ടുവരണോ അതോ നമ്മുടെ കുൽദീപ് യാദവ് ആയിരിക്കുമോ നല്ലത് റീപ്ലേസ്മെന്റ് ആയിട്ട്? ഇനിയിപ്പോൾ മാറ്റത്തില്ലായിരിക്കും. അവർ മാറ്റാൻ ചാൻസ്. അവർ അങ്ങനെ തന്നെ വെക്കത്തുള്ളൂ. വിന്നിംഗ് ടീം കീപ് ഇറ്റ് as. ഐ മീൻ ഈ ഒരു ടീമിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞ വേൾഡ് കപ്പ് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ പ്രോഗ്രഷൻ ദാറ്റ് ആർ ലെജൻഡ്സ് വുഡ് ലൈക്ക് ടു സീ. റൈറ്റ്. ഇപ്പം ധോണി വന്ന വേൾഡ് കപ്പ് ആ ടീമിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു കോഹ്ലി കൊണ്ടുവന്ന്. കോഹ്ലിനെക്കാട്ടും ബെറ്റർ ടീമായിരുന്നു രോഹിത് കൊണ്ടുവന്ന്. രോഹിത്തിനെക്കാട്ടും ബെറ്റർ ടീമായിരുന്നു ഇത്. ഇങ്ങനെ ഒരു പ്രോഗ്രഷനിലാണ് നമ്മൾ പോകുന്നത്. ദാറ്റ്സ് വൈ ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദിസ്. ആൻഡ് ഐ തിങ്ക് we are at point where this could be ours to lose. ഇത് നമ്മുടെയാണ് ഇപ്പം ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇനിയിപ്പം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ജബിനെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലെജൻസ് കൊണ്ടുവന്ന പ്രോഗ്രഷനാണിത് അല്ലേ? നമ്മൾ ഓൺ ഓഫ് എ സഡൻ ഇന്ത്യ സക്സസ്ഫുൾ ആയിട്ട് വന്നേക്കുന്ന ടീമല്ല. അത് ഗ്രാജുവലി ഗ്രോ അപ്പ് ചെയ്തേക്കുന്നതാണ്. അത് മുന്നോട്ട് തന്നെ പോട്ടെ. അതിനോടൊപ്പം ഇന്ത്യക്ക് കുറച്ച് ലക്ക് ഫാക്ടറും ദൈവ കൃപയുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വേൾഡ് കപ്പ് നമ്മൾ തന്നെ എടുക്കും. അങ്ങനെ ആണ് എനിക്ക് മനസ്സിൽ തോന്നിയേക്കുന്നത്. എന്തായാലും ആസ് എൻ ഇന്ത്യൻ ടീം ഇതിനെക്കാട്ടും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്കില്ല. അതെ, നമ്മൾ നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ കഴിഞ്ഞ വർഷം അവിടെ കളിച്ചപ്പോൾ നമ്മൾ തോറ്റുപോയിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് വിജയം കൊണ്ടിട്ടേ തന്നെ എൻ്റെ ഒറ്റ ഒരു ആഗ്രഹം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് വി വിൽ വിൻ ദിസ് ആൻഡ് വി വിൽ ബി വൺ ഓഫ് ദ റയർ ടീംസ് ദാറ്റ് വിൽ വിൻ ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്സ് എന്നാണ് എൻ്റെ ഒരു ഹോപ്പ്. ദിൽഖുഷ്, a sweet from the heart. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾക്കായി ഒരിടം. മൈക്ക് മേഡ് സ്റ്റുഡിയോ.